അപ്പം നമ്മളിന്ന് വൈകിട്ടത്തെ ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവർ വരുമ്പോഴേക്കും ഞാനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല ചോളത്തിൻ്റെ ഉപ്പുമാവ്. ചോളം ഉപ്പുമാവല്ലേ, പണ്ട് അംഗനവാടിയിലൊക്കെ ഞങ്ങൾ പഠിക്കുമ്പോൾ ഇങ്ങനത്തെ ഉപ്പുമാവാണ് കിട്ടുക. പിന്നെ ഇതിങ്ങനെ വരകിയിട്ട് കുറുക്കിയിട്ട് പഞ്ചസാര ഇട്ട് അങ്ങനെ. ഞാനിതൊരു പാത്രം കഴിച്ചു കേട്ടോ, ചായ കുടിച്ചതിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളൊന്ന് പോയിട്ടൊന്ന് ചെക്ക് ചെയ്യണേ. അപ്പം ഇത് കട്ടൻ ചായയാണ്. പൂജിറ്റിക്ക് പിന്നെ പ്ലേറ്റ് എടുത്തോ. കട്ടൻ ചായ വേണ്ടാത്തതുകൊണ്ട് ഇത് കൂട്ടി കഴിച്ചോളും. ഈ ഉപ്മാവില് പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് കഴിക്കണം കേട്ടോ, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ്. ഞാൻ അങ്ങനെ കേട്ടോ കഴിച്ചത്. അപ്പോൾ ഇതാ സാധനം മതിയോ? മതിയോ? ഇനി ഇതിൽ പഞ്ചസാര ഇട്ടിട്ട് കഴിച്ചു. ആദ്യം ഇങ്ങനെ കഴിച്ചു നോക്കൂ, ഇട്ട് ഇഷ്ടമായിട്ടില്ലെങ്കിൽ പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് കഴിച്ചു നോക്കൂ, രസം ഉണ്ടാവും. കുറച്ചിട്ടാണോ ഇനി വേണമെങ്കിൽ ഇനി ഇട്ടാ വേണോ? വേണ്ട. ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ കഴിച്ചു, ഞാൻ ഇപ്പോൾ കഴിച്ചോളൂ. ഞാൻ ഉച്ചയ്ക്ക് ചോറുണ്ടായിരുന്നല്ലേ, സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇരുന്നിട്ട് പിന്നെ ഇപ്പം ഞാൻ വേഗം ചായ ആയപ്പോൾ ഇവർ വരുമ്പോഴേക്കും എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ, അപ്പം അങ്ങനെ ആക്കിയിട്ട് ഞാൻ ചായ കുടിച്ചു ആദ്യം. ഇവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തില്ല, വിശന്നിട്ട്. രസമല്ലേ? അപ്പോൾ എന്താപ്പോൾ ഇനിയിപ്പോൾ രാത്രിയിൽ കറിയും കാര്യങ്ങളും ഉണ്ടാക്കണം. ചോറ് ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. കറി വെക്കുക എന്താണെന്നുള്ളത്, മോരുകറി ഇന്നലത്തെ കുറച്ച് ഒഴിച്ചു കറി ഇരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ചിക്കൻ എന്തെങ്കിലും മേടിക്കാം, എന്നാൽ പിന്നെ ഒന്നും നാളെയും മറ്റന്നേ അങ്ങോട്ട് പൊക്കോളൂ, 3 ദിവസം. അപ്പം അങ്ങനെ ചെയ്യാം അല്ലേ? ഒരു കോഴി വാങ്ങിയാൽ ഞങ്ങൾ 3 ദിവസം എത്തിക്കും കേട്ടോ. എത്തിക്കണതല്ല, നമുക്ക് അത്ര മതി. അങ്ങനെ ഒരുപാട് ചിക്കനൊന്നും കഴിക്കില്ല. പേരിനൊരു 2 കഷ്ണം 3 കഷ്ണമൊക്കെ കിട്ടിയാൽ മതി എല്ലാവർക്കും. അതിന് ഇടയ്ക്കിടയ്ക്ക് ഒരു കൊതിയ, അത്രേ ഉള്ളൂ. അല്ലാതെ കുറേ അങ്ങനെ കഴിക്കണം എന്നല്ല. അപ്പം നമുക്ക് 2 ദിവസമൊക്കെ എത്തും അല്ലേ? അപ്പം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടിച്ച് വാരി വിളക്ക് വെച്ച് കുളിച്ച് വിളക്ക് വെച്ച് അങ്ങനെയൊക്കെ ഉണ്ടെന്ന്. നല്ല മഴയായിരുന്നു കേട്ടോ നമ്മുടെ. ഇന്നും നാളെയും ഒക്കെ മലപ്പുറം ജില്ലയൊക്കെ ഉണ്ട്, യെല്ലോല കിടക്കണമെന്ന് തോന്നുന്നു. അപ്പം ഇനി നമുക്ക് വീഡിയോ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കാണിക്കാം. അപ്പം ഇനി നമ്മൾ വൈകുന്നേരത്തെ സ്ഥിരം കലാപരിപാടിയാണ് കേട്ടോ, അടിച്ച് വാരി തുടയ്ക്കുക, വിളക്ക് വെക്കുക എന്നുള്ളതൊക്കെ. അപ്പം എല്ലായിടത്തും നിന്ന് അടിച്ച് വാരാൻ വേണ്ടിയിട്ടുണ്ടാവും. സ്റ്റിച്ച് ചെയ്തതായതുകൊണ്ട് ഈ റൂമിലൊക്കെ അതിൻ്റെ പൊടിയും കാര്യങ്ങളും തുണിയുടെ കഷ്ണങ്ങളും വെട്ട് കഷ്ണങ്ങളും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ വൈകിട്ടാണ് നമ്മളിവിടെ അടിച്ച് വാരി തുടയ്ക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പിറ്റേ ദിവസം വൈകുന്നേരം വരെ രാവിലെ ഒന്ന് അടിച്ച് വാരിയിട്ടാൽ പിന്നെ നമുക്ക് ക്ലീനിങ്ങിൻ്റെ പാടൊന്നും പിറ്റേ ദിവസം പകലില്ല കേട്ടോ. അപ്പോൾ വൈകിട്ട് നമ്മൾ വിളക്ക് വെക്കുന്നതിന് മുന്നേ അങ്ങോട്ട് അടിച്ച് വാരിയിട്ട് വൃത്തിയാക്കി തുടച്ചിട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം വൈകുന്നേരം വരെ അങ്ങനെ അലമ്പില്ലാണ്ട് കിടന്നോളും. ചില ദിവസങ്ങളിലൊന്നും നമുക്ക് തുടയ്ക്കേണ്ട ആവശ്യമേ വരില്ല കേട്ടോ, ഒട്ടും നമുക്ക് അഴുക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ 1-2 തുടച്ചാൽ മതിയാവും. പക്ഷെ എന്നാലും ചില ദിവസങ്ങളിൽ അത്രയും വയ്യാത്ത ദിവസങ്ങളിലാണ് നമ്മൾ 1-2 തുടയ്ക്കാറുള്ളൂ, ഇല്ലെങ്കിലൊക്കെ ഡെയിലി തുടയ്ക്കാറുണ്ട് കേട്ടോ. സമയം വരുമ്പോൾ നമുക്ക് എന്തൊക്കെയോ ഒരു പൊറുതികേടാ. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകിട്ട് അങ്ങോട്ട് അടിച്ചു വാരി തുടയ്ക്കും. ഇങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് കഴിയണ പോലെയല്ല കേട്ടോ, നമുക്ക് കുറച്ചധികം തുടയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇവിടുന്ന് മുതൽ അവിടെ വരെയൊക്കെ റൂമുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറേശ്ശെ ഭാഗങ്ങളിലേ കാണിക്കുള്ളൂ. അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് തീരണത് കേട്ടോ. അപ്പം ഇനി തുടയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് കാര്യമായിട്ട് ഫുഡൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിള്ളേരിന്ന് പലഹാരമാണ് കൊണ്ടുപോയതുകൊണ്ട് തന്നെ ഞാനും ഒരു 11:30 ആവും കേട്ടോ ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ചോറ് ഞാൻ മിക്കതും അങ്ങോട്ട് കഴിക്കാറില്ല, മിക്കപ്പോഴും കഴിക്കാറില്ല കേട്ടോ. പിന്നെ അങ്ങനെ തുന്നാൻ വേണ്ടിയിട്ടൊക്കെ ഇരിക്കും, പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങോട്ട് സമയം പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് കാര്യമായിട്ട് നമ്മൾ ഉച്ചയ്ക്ക് കറികളൊന്നും ഉണ്ടായിരുന്നില്ല. തലേ ദിവസത്തെ ഒഴിച്ചുകറി കാര്യങ്ങൾ ഇരിക്കുന്നുണ്ട്, കുറച്ച് മോരുകറി. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് നമുക്ക് രാത്രി അങ്ങോട്ട് ഫുഡ് ഉണ്ടാക്കണം. ഇതാണ് നമുക്ക് പകൽ ഫുഡ് ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നൈറ്റും നമ്മൾ കിച്ചണിൽ നിൽക്കണം കേട്ടോ. അതാണ് ഒരു ചടപ്പ്. മറ്റേത് അങ്ങോട്ട് ആ ഓളത്തിൽ അതൊക്കെ അങ്ങോട്ട് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ രാത്രിയിൽ നമുക്ക് അടുക്കളയിൽ കയറിയിട്ട് ഫുഡൊന്നും ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇവിടെ നല്ല വഴുപ്പാണ് കേട്ടോ, ഈ ഒരു എറയത്ത് ഈ വെള്ളം വീണിട്ടില്ലേ, നല്ല വഴുപ്പാണ് ഇറങ്ങുമ്പോഴൊക്കെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചുറ്റിച്ചൂലോണ്ട് അടിച്ച് കഴുകിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഊരിയും മുതും ഒക്കെ ടപ്പേന്നനെ വീണിട്ടുണ്ടെങ്കിൽ പൊട്ടി പൊളിഞ്ഞു പോകും. അത്രയും വഴുപ്പാണ് കേട്ടോ. കണ്ണുകുട്ടി അന്നാൾ ദിവസം അങ്ങോട്ട് പോയി ഒരു പോക്ക്, ഭാഗ്യത്തിന് വീണില്ല കേട്ടോ. പിന്നെ മുറ്റം അടിച്ചു വരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നല്ല പാടാണ്, മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ നമുക്കിങ്ങനെ തോണ്ടി എടുക്കാനേ പറ്റുള്ളൂ. മൊത്തത്തിൽ കരട് പോകണില്ല കേട്ടോ. അപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ ഈ പിള്ളേർ അവിടെ കൊണ്ടുവന്നിട്ടിട്ടേ കളിക്കാൻ വരുന്ന പിള്ളേരൊക്കെ ആയിട്ട് മുറ്റത്ത് കൊണ്ടുവന്നിടും, അവർ കഴിച്ചിട്ട് അവിടെ ഇട്ടിട്ട് പോകും. അപ്പോൾ അതിങ്ങനെ അടിച്ചു വരാൻ വേണ്ടി പാടാം. അതാണ് ഞാനതങ്ങനെ കയ്യിൽ പെറുക്കി പിടിച്ചിട്ടുള്ളത്. ഉള്ളത് പറ്റണ പോലെയൊക്കെ ഞാൻ അടിച്ച് വാരിയിട്ട് അങ്ങോട്ട് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. വലിയ കരടൊന്നുമില്ല, നമ്മുടെ ഈ മുരിങ്ങ മരത്തിലെ കുഞ്ഞു ഇലകളുടെ, അത് വലിയ വൃത്തിയോടൊന്നുമില്ല കേട്ടോ. പിന്നെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഈ നേരം ആകുമ്പോഴേക്കും നമ്മൾ വിളക്ക് വെക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് കയറും. പിന്നെ കണ്ണൻകുട്ടിയൊക്കെ പൂജിറ്റൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടിരിക്കും കുറച്ച് നേരം. അതൊക്കെ ഒരു കഥ ഇരിക്കും അത്ര തന്നെ കേട്ടോ, അല്ലാണ്ട് വലിയ പഠിത്തത്തിൽ ഇരുത്തൊന്നുമല്ല. അങ്ങനെ അവരെ കുറച്ച് നേരം അവരുടെ കൂടെ ഇരിക്കും. പിന്നെ നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാനും വോയിസ് കൊടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് അങ്ങനെ സമയം പോകും കേട്ടോ.
അങ്ങനെ സമയം നമുക്ക് പോവാത്ത കേടൊന്നുമില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീണ്ടും സ്റ്റിച്ച് ചെയ്യാണ്ടെങ്കിയിരിക്കും. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് നേരത്തെ ഫുഡൊക്കെ കഴിച്ച് എന്തെങ്കിലും വീഡിയോസൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ കിടന്നങ്ങോട്ട് ഉറങ്ങും. അപ്പോൾ വിളക്ക് വയ്ക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം നാമഞ്ചൊല്ലലൊക്കെ കഴിഞ്ഞ് കണ്ണൻകുട്ടി ഇപ്പോൾ ശനി ഞായറാഴ്ചയാണ് കളിക്കാൻ പോകാനുള്ളത്. അതിലൊരു ദിവസമാണ് കളിക്കാൻ പൊക്കോളാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ചിക്കൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് സുർക്ക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സുർക്ക ഒഴിച്ചിട്ട് വയ്ക്കാം. അതിൻ്റെ ഉളുമ്പുമണൊക്കെ ഒന്ന് പോട്ടെ. സൗണ്ട് കേൾക്കും. ഉളുമ്പുമണൊക്കെ പോട്ടെ. എന്നിട്ട് നമുക്ക് 2 ഭാഗമാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കണം. നാളേക്ക് മാറ്റാം. അപ്പോൾ ഓക്കെ, നാളെ നമുക്ക് ചിലപ്പോൾ ഒരു കുക്കർ ബിരിയാണി അങ്ങോട്ട് പാകം. ചിക്കനായാലും ബീഫായാലും എനിക്ക് കുറച്ചധികമല്ല കുറച്ച് സുർക്ക ഒഴിച്ചിട്ട് ഇങ്ങനെ കുറച്ചധികം നേരം വെച്ചിരിക്കണം കേട്ടോ. എനിക്കത് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ഒരു ഉളുമ്പ് മണം പോകാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കൊണ്ട് ഇടണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇപ്പോൾ സുർക്ക ഒഴിച്ചിട്ട് കുറച്ച് നേരം അങ്ങോട്ട് വെയിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് വേഗം ഉണ്ടാക്കി എടുക്കാം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പിന്നെന്താ ചെറുള്ളി സവാളയൊക്കെ എന്നിട്ട് ഇതരിഞ്ഞ് പെറുക്കി റെഡി ആക്കിയിട്ട് കാണിക്കാം. ഓക്കെ, ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടാക്കലും സവാള ഉണ്ടാക്കലും എനിക്ക് വലിയ മടിയുള്ള കാര്യമാണ് കേട്ടോ. മിക്കതും പൂജുട്ടിക്കുള്ള ദിവസം ലീവാണെങ്കിൽ ഞാൻ അവളെ കൊണ്ടാണ് ഉണ്ടാക്കിപ്പിക്കാറ്. ഇല്ലെങ്കിൽ സമയമുള്ള സമയത്തൊക്കെ ഞാനിത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് കേട്ടോ. മുന്നൊക്കെ കുക്കിങ്ങിൻ്റെ പരിപാടി ആകുമ്പോൾ നമ്മൾ കർമ്മയിലേക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനുള്ള സമയത്തൊക്കെ ഞാനിങ്ങനെ ബൾക്കായിട്ട് ഉണ്ടാക്കിയിട്ട് വെക്കും കേട്ടോ. അത് ഒരുപാട് ദിവസമൊന്നുമല്ല, 2-3 ദിവസം ഉണ്ടാവുള്ളൂ. ഇപ്പം നമുക്ക് അതിനൊന്നും സമയമില്ലാത്തതുകൊണ്ട് തന്നെ അപ്പം എടുത്തിട്ട് അങ്ങോട്ട് അരിഞ്ഞ് പെറുക്കി വെക്കുക ചെയ്യുക. എല്ലാം കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടൈം കിട്ടാറില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെനിക്ക് വലിയ മെനക്കേടുള്ളൊരു പണിയാണ്. എന്നാലും വേഗം അങ്ങോട്ട് ചെയ്യും. പക്ഷെ മടിയാണ് കേട്ടോ എനിക്ക് ഇഞ്ചി വെളുത്തുള്ളി സവാളയൊക്കെ ഇരുന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു വൃത്തിയാക്കി കഴുകി എടുത്തിട്ട് ഇനി നമുക്കത് അരിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെ. ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ചതച്ച് വയ്ക്കാം. സവാള കുനുകുനാന്ന് അരിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചെറിയ ഉള്ളി ഞാൻ ഇതിലേക്ക് കുറച്ച് എടുക്കുന്നുണ്ട്. എന്താ വെച്ചാൽ അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. കുറച്ചധികം ഒരു പിടി എടുക്കും കേട്ടോ. ഈ ചിക്കൻ കറി വയ്ക്കുമ്പോൾ സവാളേനെക്കാട്ടിലും വലിയ ഉള്ളിനെക്കാട്ടിലും ചെറിയ ഉള്ളി ഇടുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചധികം ചെറിയ ഉള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ ഉള്ളി ഇഞ്ചിയും വെളുത്തുള്ളി അങ്ങോട്ട് ചതച്ച് വയ്ക്കും. നമ്മുടെ വെല്ലുള്ളിയും തക്കാളിയും പച്ചമുളകും അരിഞ്ഞ് വെക്കുകയും ചെയ്തു. മല്ലിച്ചപ്പ് ഇല്ലാട്ട് മേടിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയി. അതുകൊണ്ട് നമ്മളിന്ന് വേപ്പിലിട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഒരു 5-8 പ്രാവശ്യം ഞാൻ ചിക്കൻ കഴുകും. എനിക്കാണെങ്കിൽ ഈ ചിക്കൻ കഴുകുക എന്ന് പറഞ്ഞാൽ ചടപ്പാണ്. കഴുകിയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ എനിക്ക് വലിയൊരു ഇമ്പല്ല കേട്ടോ. ആരെങ്കിലും കഴുകി തരുവാണെങ്കിൽ എനിക്കൊരു മനതൃപ്തി ഉണ്ടാവില്ല. പിന്നെ വീണ്ടും ഞാൻ 2-3 പ്രാവശ്യം കഴുകും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി മാറാൻ വേണ്ടി വെച്ചു. ഇനി നമുക്ക് വേഗം അങ്ങോട്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ചിട്ട് 2-3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാലപ്പൊടി എല്ലാം കൂടെ അങ്ങോട്ട് ചൂടാക്കി കേട്ടോ. ഇത് അങ്ങോട്ട് ചൂടാക്കി എന്നിട്ട് പച്ചമണം മാറി വന്നിട്ട് നമ്മുടെ ബീഫ് എന്നാണ് പറയണത്, ചിക്കനില്ലേ, അത് ഇപ്പോഴേക്കുള്ളത് മാത്രം അങ്ങോട്ട് എടുത്തു. ബാക്കി നമ്മൾ കുറച്ചും കൂടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് ഇപ്പോഴേക്കും ഉണ്ടാവും, രാവിലെ ചായക്കടിക്കും ഉണ്ടാവും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത്. രാത്രിയിലല്ലേ ഉണ്ടാക്കണം, അതുകൊണ്ട് തന്നെ ആ പൊടിയൊക്കെ അതിലിട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. വേപ്പിലിട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് തിരുമ്മി യോജിപ്പിക്കുക. വെളിച്ചെണ്ണ എടുക്കാൻ വേണ്ടി നിന്നത് അവരുടെ കാര്യം ആലോചിച്ചിട്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ വെച്ചു. എന്താ വെച്ചാൽ ഇതിനകത്ത് ഓൾറെഡി നെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേട്ടോ, നല്ല വിലയല്ലേ വെളിച്ചെണ്ണയ്ക്ക്, അതുകൊണ്ട് ഞാനത് എടുക്കാണ്ടിരുന്നത്. എന്നിട്ട് നമ്മൾ മസാലയൊക്കെ പുരട്ടി അങ്ങനെ വെക്കുക. എന്നിട്ട് ഈ വഴറ്റിലൊക്കെ കഴിയുമ്പോഴേക്കും അതിൽ ആ ഒരു എരിവും ഉപ്പും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പിടിച്ചോളും. എന്നിട്ട് ചട്ടി വെച്ചു. ആ ചട്ടിയിൽ തന്നെ നമുക്കിനി വഴറ്റാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചിട്ട് ഇനി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഗ്രേവി ടൈപ്പിലാണ് കേട്ടോ വെക്കുന്നത്. എണ്ണ ചൂടാകുമ്പോൾ സവാള ഇട്ട് കൊടുത്തു. സവാള ഒന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളിയും കൂടെ ചതച്ചതും കൂടെ ഒപ്പം അങ്ങോട്ട് ഇട്ട് കൊടുത്തോട്ടെ. ഇനി ഇതൊരു ബ്രൗൺ കളർ ആവണ വരെ അങ്ങനെ ഇളക്കി യോജിപ്പിക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് വേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ തക്കാളിയും കൂടെ ഇട്ട് കൊടുത്ത് ഒരു ബ്രൗൺ കളറായിട്ട് ഉള്ളി വരുന്ന സമയത്ത് തക്കാളി വെന്തുടയാൻ വേണ്ടി നിൽക്കുന്ന സമയം കൊണ്ട് 2-3-4 പാത്രങ്ങൾ നമുക്ക് ചടപടയെന്നാണ് കഴുകിയെടുക്കുക. ഇല്ലെങ്കിൽ ആ പാത്രങ്ങൾ അങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ആ സമയത്ത് നമ്മൾ വെറുതെ നിൽക്കാനുള്ള. അപ്പോൾ അതുകൊണ്ട് 2-3 പാത്രം കൂടെ അത് കഴുകി അങ്ങോട്ട് കൈയോടെ വെച്ചു. എന്നിട്ട് നമ്മൾ ലാസ്റ്റിൽ ഷാമ്പു 1 രൂപ ഷാമ്പു കൊടുത്ത് നോക്കിയിട്ട് അതൊന്ന് പതപ്പിച്ചിട്ട് അവിടെയൊക്കെ അങ്ങോട്ട് കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഉളുമ്പുമണൊക്കെ അങ്ങോട്ട് മാറി കിട്ടും കേട്ടോ. നമ്മൾ ചിക്കൻ ആയിക്കോട്ടെ മീനായിക്കോട്ടെ കഴുകിയതൊക്കെ. ഇല്ലെങ്കിൽ ഞാൻ ഈ കംഫർട്ടില്ലേ, അതിൻ്റെ 5 രൂപയുടെ ഒരു പാക്കറ്റ് വാങ്ങി വയ്ക്കും. എന്നിട്ട് അത് വെള്ളത്തിൽ ആക്കിയിട്ട് അങ്ങനെ കഴുകി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്മെല്ലായിരിക്കും. പിന്നെ അത് കിച്ചൺ മൊത്തം. തക്കാളിയൊക്കെ കൊണ്ട് വെന്തുടഞ്ഞ് വന്നപ്പോൾ നമ്മൾ ഇങ്ങനെ പൊടിയൊക്കെ തിരുമ്പി വെച്ചിരിക്കുന്ന ചിക്കനില്ലേ, അത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു ലേശം ചൂടുവെള്ളം കുറച്ചിട്ട്, അധികമൊന്നുമില്ല, അതും കൂടെ ഒഴിച്ചിട്ട് അങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ചങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ അങ്ങോട്ട് വെന്തോളൂ കേട്ടോ. പിന്നെ കുറുകി ചാറ് ഇങ്ങനെ ഒരു ചാറ ടൈപ്പിലല്ല, അങ്ങനെ പെരണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അടച്ച് വെച്ചു. ചൂടുവെള്ളമാണ് കേട്ടോ മീറ്റ് ഐറ്റംസിൽ എന്തെങ്കിലും നമ്മൾ ഒഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. അത് കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് വെന്ത് പാകമായിട്ടുണ്ട്. ഇതിൽ മല്ലിച്ചപ്പിൻ്റെ കുറവാണിട്ടുള്ളത്. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. മസാലയിൽ വിട്ട് പോയതാണ് കേട്ടോ പറയാൻ വേണ്ടിയിട്ട്.
ഇനി നമ്മൾ അടുത്തത് ഉണ്ടാക്കാൻ പോണത് എന്താ വെച്ച് കഴിഞ്ഞാൽ 4 പപ്പടം കാച്ചാം. കാര്യമായിട്ടൊന്നുമില്ല, നമുക്കിങ്ങനെ ചിക്കനോ ബീഫോ ഇങ്ങനത്തെ കറിയൊക്കെ ആണെങ്കിൽ 2 പപ്പടം ഉണ്ടെങ്കിൽ സൂപ്പറാട്ടോ. വേറെ ഇനി എക്സ്ട്രാ അച്ചാറിൻ്റെയോ ഉപ്പേരുടെയോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അത് ആ കറിയായി, പപ്പടവും കാച്ചി. ഇനി അങ്ങോട്ട് ഇരുന്ന് മാമുണ്ണ, വേറെ കാര്യങ്ങളൊന്നുമില്ല. കണ്ണന് കുറച്ച് എഴുതാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണൻകുട്ടി അതെടുത്തിരുന്ന് എഴുതുകയാണ്. പൂജുട്ടി അങ്ങനെ തന്നെയാണ്. പിന്നെ അവർ ഉപ്മാവൊക്കെ അതിൻ്റെ ഇടയിൽ കഴിച്ചു. കണ്ണൻകുട്ടി ചിക്കൻ കറി ആയപ്പല്ലേ അവൻ ആ ഉപ്മാവ് കുറച്ചും കൂടെ ഉണ്ടായിരുന്നു, അത് കൂട്ടി കഴിച്ചു. അതുകൊണ്ട് അവർക്ക് ആർക്കും വിശക്കണില്ല പറഞ്ഞു. ഞാനാണെങ്കിൽ ഉച്ചയ്ക്ക് ഇന്ന് കാര്യമായിട്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ല, ആ ഉപ്മാവ് മാത്രം കഴിച്ചതിൻ്റെ ഒരു ജീവനിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി ഞാൻ അങ്ങോട്ട് കഴിക്കട്ടെ, വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അവരുടെ കൂടെ കഴിക്കാൻ വിരോധമൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനെന്താ ഫുഡൊക്കെ എടുത്തു കേട്ടോ. ചോറും നമ്മുടെ ചിക്കൻ കറിയും എന്താ പറയുക പപ്പടമൊക്കെ എടുത്തിട്ട് കഴിക്കാൻ വിചാരിച്ചു. അതിൻ്റെ മുന്നേ നമ്മൾ കിച്ചൺ ടാബും കിച്ചൻ്റെ സ്ലാബും കാര്യങ്ങളും എല്ലാം സ്റ്റൗവും എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി മിനുക്കിയിട്ടാണ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നത്. ഈ സമയമായപ്പോഴേക്കും എനിക്ക് വിശന്നിട്ട് എൻ്റെ കിളി പാറുന്നുണ്ടായിരുന്നു കേട്ടോ. അത്രയും വിശക്കുണ്ടായിരുന്നു. വെള്ളം കുടിച്ചിട്ട് ഞാൻ വിശപ്പ് അങ്ങോട്ട് മാറ്റായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ അങ്ങോട്ട് വൃത്തിയാക്കിയിട്ട് കൈയൊക്കെ നല്ലോണം കഴുകിയിട്ട് ഇനി നമ്മൾ മാമുണ്ണാൻ വേണ്ടിയിട്ടിരിക്കുക. പിള്ളേരൊക്കെ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുള്ളൂ. ഒരു എങ്ങനെ പോയാലും 10-11 മണിയാവും. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഗുഡ് നൈറ്റ്, ടാറ്റ, ബൈ, സീ യു.